ഏതായാലും ചുമ്മാ ഇരിക്കല്ലേ, നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഗുഡ് ഈവനിങ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പിക്സാർട്ട് ആപ്പാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഈ പ്ലസ് സിമ്പിൾ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് കളറിൽ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. പോസ്റ്റർ സൈസ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മെയിൻ കണ്ടൻറ്റ്, നമ്മളൊരു ഗുഡ് ഈവനിങ് പോസ്റ്റർ ആണല്ലോ, അപ്പോൾ ആദ്യം ഒരു ഗുഡ് ഈവനിങ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് അതിൽ ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ഗുഡ് ഈവനിങ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് ഈവനിങ് ടൈപ്പ് ചെയ്തതിന് ശേഷം വേണ്ടുന്ന ഫോണ്ട് ഓപ്ഷൻ നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു അപ്പ് ആരോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോണ്ടാണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യാറ് മാക്സിമം സമയത്തും ഈ ആക്രോം ബോൾഡ് പറയുന്നതാണ്. നിങ്ങൾക്ക് ആപ്റ്റായ ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേണ്ടുന്നൊരു ഫോണ്ട് നമുക്കിതൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഹെഡിങ് പ്ലേസ് ചെയ്തു. അതിനുശേഷം നമുക്ക് മെയിൻ കണ്ടൻറ്റ് വേണം. അപ്പോൾ കണ്ടൻറ്റ് ഒരു കോട്ട് ആയതുകൊണ്ട് നമുക്കൊരു AI ആപ്പിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോട്ട്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കോപ്പൈലറ്റ് എന്ന് പറയുന്ന ഈ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു AI ആപ്പാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു കോട്ട് കിട്ടാൻ പറ്റുന്ന ഒരു പ്രോംപ്റ്റ്, അതായത് ഒരു കീവേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗുഡ് ഈവനിങ് ഇൻസ്പിറേഷണൽ കോട്ട്സ് എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് എക്സാക്റ്റ് തോന്നുന്നത് ഇത് നല്ലതാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സും ടൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേണ്ടുന്ന നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തിട്ട് പിക്സാർട്ടിലേക്ക് വരിക. എന്നിട്ട് ടെക്സ്റ്റ് ഓപ്ഷനിൽ പിന്നെയും പോയിട്ട് അതവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന സാധനം നിങ്ങൾ ചൂസ് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം. കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കോട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഞാൻ മെയിൻ ഹെഡിങ് ബേസിക് കൊടുത്തിട്ട് താഴെ ഉള്ള കണ്ടൻറ്റ്, അതായത് കോട്ട് സ്റ്റൈലിഷ് ഫോണ്ട് സെലക്ട് ചെയ്യണം. ജസ്റ്റ് ബ്ലാക്ക് കളർ മാത്രമല്ലേ ഇതിലുള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഓപ്ഷനിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പാറ്റേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ബ്ലൂ പാറ്റേൺ, വൈറ്റ്, റെഡ് കളർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സ് അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി സെർച്ച് ചെയ്ത ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഇതിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്യാണ്. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. ഈ മോഡിൽ കാണുന്ന ഈ ഒരു ഡയഗണൽ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്കിത് ഇതിൻ്റെ പൊസിഷൻ മൂവ് ചെയ്യാം, താഴോട്ടും മുകളിലോട്ടും. ഇത് ഓപ്പോസിറ്റ് നമ്മൾ കുറച്ച് ഇപ്പം ഇങ്ങനെയുള്ളൊരു ഇമേജാക്കി ഇത് എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി ഒരു സ്റ്റൈൽ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ അതിൽ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ പേരോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാം. ഒരു ഡാർക്ക് ഷെയ്ഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സ്റ്റിക്കറിലും തന്നെ സെർച്ച് ചെയ്ത് എടുത്താണ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഒരു ഇത് കിട്ടും. ഓക്കെ, പിന്നെ ഒരു കോർണറിൽ നമ്മൾ ഒരു ഷെയ്ഡിങ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് മുകളിൽ കാണുന്ന ഈ ഡൗൺലോഡ് ഓപ്ഷൻ വെച്ച് ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഗാലറി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതൊരു പോസ്റ്റർ. ജസ്റ്റ് ഒരു 1 മിനിറ്റ് പോലും വേണ്ട, എയുടെ ഹെൽപ്പ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്ററാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനി ചെറിയ ചെറിയ വീഡിയോസ്, ഡിസൈനിങ് വീഡിയോ അല്ലെങ്കിൽ എഡിറ്റിംഗ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.